വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യാത്ര പോവുകയാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പണ്ട് ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള ഒരു സ്ഥലത്താണ്, വേറെ ഒരിടത്തും അല്ല. സൂവിലാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. കല്യാണത്തിന് മുൻപ് ഞാനും ഹസ്ബൻഡുമായിട്ട് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അതും നമ്മൾ പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോൾ വല്ലാത്തൊരു വൈബായിരുന്നു. ആ വൈബ് തിരിച്ചു കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം പോകുന്നത്. കല്യാണം കഴിഞ്ഞ് 3 വർഷമായി. അപ്പോൾ ഇപ്പോൾ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയതുപോലെ ബസ്സിൽ തന്നെയാണ് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്ന് തമ്പാനൂർ ടിക്കറ്റ് എടുക്കും, എന്നിട്ട് ബസ്സിലാണ് ഒരുമിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബസ്സിൽ പോയി ഏറ്റവും ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കുലുക്കം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു റൈഡിൽ പോകും പോലെയാണ് തമ്പാനൂർ എത്തിയത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഒരു പരുവായി അവിടെ എത്തിയപ്പോൾ. പക്ഷേ എന്തോ നമ്മൾ ഒരുപാട് ദിവസമായി ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് അതുകൊണ്ടൊരു ആ ഒരു വൈബൊക്കെ കിട്ടി. പിന്നെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ച് പഴയ ഓർമ്മകളൊക്കെ അയപറക്കി അവിടെ എത്തി. ഇനി അവിടെ എത്തിയിട്ട് സൂവിൻ്റെ അകത്തൊക്കെ കയറി അന്ന് നമ്മൾ പറയും പോലെയൊക്കെ ഓരോന്ന് പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥയാണ്. രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായി, കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും എന്താ വെയിലായി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായി. അങ്ങനത്തെ കാലാവസ്ഥയായിരുന്നു അന്ന് നമ്മൾ പോയപ്പോൾ എന്ന് പറയുന്നത്. അന്നത്തെ മാത്രമല്ല, ഇപ്പോഴത്തെ മിക്ക കാലാവസ്ഥ അങ്ങനെയാണ്. വേനൽക്കാലം എന്ന് പറഞ്ഞിട്ട് ഫുൾ മഴക്കാലമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തമ്പാനൂർ എത്തിയതേ അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തി, ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോയിലാണ് നമ്മൾ പണ്ടും പോയത്. അപ്പോൾ ഇന്നും ഓട്ടോയിൽ പോയി അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടോയിൽ ആ ചേട്ടൻ പറഞ്ഞു, സൂവിൽ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവിടുത്തെ മൃഗങ്ങളൊക്കെ ചാവാറായി ഇരിക്കുവാണെന്ന്. എന്നാലും നമ്മൾ ആ നൊക്ലാച്ചി അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പോയി ഇറങ്ങി. അവിടെ നിന്ന് കോവളത്ത് ഐലാൻഡൊക്കെ കൊണ്ടുപോകാമെന്ന് ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ നേരെ പോയത് സൂവിലോട്ടാണ്. സൂവിൽ പോയി ആദ്യം അവിടുത്തെ പ്രകൃതി മനോഹരമായ ഓരോരോ ചെടികൾ കണ്ടു. ഇവിടെ കൂടുതലും വുജീനയാണ്. ഇതാണ് വുജീന എന്ന് പറയുന്നത്. വുജീന ചെടിയാണ്, പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ മഴയുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് കുടയൊക്കെ പിടിച്ചിട്ടാണ് പോയത്. വല്ലാത്ത തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ടിക്കറ്റ് ഒന്നും കിട്ടൂല, ടിക്കറ്റ് കിട്ടാൻ കുറേ നേരം അവിടെ നിൽക്കണമെന്നൊക്കെ. എന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കായിരുന്നു. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ അവിടുത്തെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. ഇവിടെയൊക്കെ വന്ന് നമ്മൾ ഇരുന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ കുറേ സ്ഥലത്തൊക്കെ വന്നിരുന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം സൂവിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അയ്യോ അങ്ങനത്തെ ഒരു ഫീലാണ്. ഭയങ്കര സന്തോഷവും എന്തോ ഫീലെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു പഴയ കാലഘട്ടത്തിലൊക്കെ പോകാനൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടോ, ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും തിരക്ക് കാണുമെന്ന്. നമ്മൾ പണ്ടൊക്കെ സ്കൂൾ ടൈം ആ സമയത്തൊക്കെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഒട്ടും തിരക്കില്ല. ഇപ്പം വേനൽക്കാലം അവധി ആയതുകൊണ്ടായിരിക്കും, വേനൽക്കാലം ഒന്നും പറയാൻ പറ്റൂല, എന്നാൽ വേനൽക്കാലം അവധി ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്ക്. നമ്മൾ അവിടെ പോയി ടിക്കറ്റ് നോക്കിയപ്പോൾ അവിടെ ഇന്ന് ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ ആകെപ്പാടെ ചമ്മിപ്പോയി. കാരണം അകത്ത് കയറാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ ആ സങ്കടം മാറ്റാൻ വേണ്ടി ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മൾ പണ്ടിരുന്ന സ്ഥലത്തൊക്കെ പോയി നോക്കി. നമ്മൾ ഇവിടെയൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിരുന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടൊക്കെ നിന്നു. ഭയങ്കര തിരക്കായിരുന്നു. അകത്ത് കയറ്റി വിടാത്തത് അവർക്ക് നഷ്ടമല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു. റീൽസൊക്കെ വൻ വധമായിരുന്നു. ഞാൻ ഡാൻസ് കളിച്ചപ്പോൾ അവിടെ നിന്ന് 2-3 പേരൊക്കെ നോക്കി. അതോടെ എനിക്ക് അങ്ങ് ബ്ലഷായിപ്പോയി. പിന്നെ ഇതാ ഈ ഒരു അണ്ണാനെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വിളിച്ചപ്പോൾ നമ്മൾ അടുത്തോട്ട് ഇങ്ങനെ ഓടി വന്നു. അപ്പോൾ ഞാൻ പേടിച്ച് അത് കടിക്കുമെന്നൊക്കെ. അത് കുറേ നേരം നമ്മളിങ്ങനെ വിളിച്ചപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കി അടുത്തോട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത്. അതാണ് ഇങ്ങനെ ഒരു വീഡിയോയും കൂടെ എടുത്തത്. ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ. നമ്മളിന്ന് സൂ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ പഴയ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയിട്ട് സൂ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ സൂ ക്ലോസ്ഡ്. എന്താണ് കാര്യമെന്ന് അറിഞ്ഞൂടാ. ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷേ സൂ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് കറങ്ങാൻ വന്നതാണ്. ബാക്കിൽ നിന്ന് ഹസ്ബൻഡ് വരുന്നുണ്ട്. അപ്പം ആളും ഞാനും ലവ് മാരേജാണ്. ഒരുപാട് കല്യാണത്തിന് മുൻപ് ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ സൂവിൽ വന്നിട്ടുണ്ട്. കല്യാണം ഒരു മിനിറ്റ്.
കല്യാണത്തിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ വലുതായിട്ട് വരാനൊന്നും പറ്റില്ല. അപ്പോൾ പഴയ ഓർമ്മകൾ ജസ്റ്റ് ഒന്ന് അയവിറക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ സൂ ക്ലോസ്ഡ്, അകത്തൊന്നും കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് പുറത്ത് നിന്ന് കുറച്ച് അയവിറക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇനി പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പാനിപൂരി കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപൂരി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഒരു പാനിപൂരി കഴിച്ചു. പക്ഷേ എല്ലായിടത്തും ഉള്ള പാനിപൂരി എനിക്ക് വലിയ താല്പര്യമില്ല. ഇവിടെ നിന്ന് ഞാൻ നേരത്തെയും കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കഴിച്ചു. എനിക്ക് ആദ്യം ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഒരു വല്ലാത്തൊരു പുളിപ്പ് പോലെയൊക്കെ തോന്നി. പിന്നെ കഴിച്ചപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാം ഒറ്റയ്ക്ക് കഴിച്ചു. ഏട്ടന് വലിയ താല്പര്യമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഓട്ടോയിൽ തന്നെ കയറി അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് ആസാദിലാണ്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആസാദ് എത്തി. ആസാദിൽ പോയി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഷെയർ ചെയ്ത് കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഓക്കെ, നമുക്ക് വിശന്നിരുന്നതുകൊണ്ട് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഷെയറിങ് സീറ്റാണ് എടുത്തത്. ഞാനും ഏട്ടനും പിന്നെ വേറെ 2 ചേച്ചിമാരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഷെയറിങ് സീറ്റാണെന്ന് അറിയേയില്ല, അങ്ങനത്തെ ഒരു സീറ്റായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണത്തിന് മുൻപും ഇതേപോലെ വന്ന് ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ നോക്കി കുറേ നേരം എന്തൊക്കെ വേണമെന്നിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഒരു മട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ ടിക്കയും പിന്നെ ഫലൂദയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ടിക്ക ഒരു 15 മിനിറ്റ്സ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അതിനകത്ത് തന്നെ കൊണ്ടുവന്നു. ആദ്യം നമുക്ക് മട്ടൻ ബിരിയാണിയാണ് കൊണ്ടുവന്ന് തന്നത്. അത് കഴിഞ്ഞ് ചിക്കൻ ടിക്ക, പിന്നെ ലാസ്റ്റാണ് ഫലൂദ കൊണ്ടുവന്നത്. മട്ടൻ ബിരിയാണി നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ ഇവിടെ ഒന്ന് കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് മട്ടൻ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇന്നത്തേത് ഒരു ആവറേജ് ആയിരുന്നു. ചിക്കൻ ടിക്കയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഫലൂദ ഒരു വകയ്ക്ക് കൊള്ളൂലായിരുന്നു. 180 രൂപയാണ് ഇതിന് ചാർജ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ മിക്സ്ഡ് ഫ്രൂട്ട് ഫലൂഡയാണ് പറഞ്ഞത്. പക്ഷേ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു, ഒരു വകയ്ക്ക് കൊള്ളൂലായിരുന്നു. ഉള്ള കാര്യം പറയാലോ, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ എൻ്റെ കുട ചെറിയൊരു കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ കുട നന്നാക്കാൻ വേണ്ടി കൊടുത്തു. പെട്ടെന്ന് തന്നെ നന്നാക്കി തന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എവിടെ പോവും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഓർമ്മ വന്നത്. നമ്മൾ ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിഴക്കേക്കോട്ടയിൽ നടന്നപ്പോൾ അവിടുത്തെ ഈ ഒരു ക്ഷേത്രത്തിലും കൂടെ കയറി ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ഷേത്രത്തിൽ കയറി തിരിച്ചു വന്നപ്പോൾ ഞാൻ മെയിനായിട്ട് ഷോപ്പിങ്ങിനാണ് കേട്ടോ വന്നത്. അവിടെ നല്ല നല്ല കമ്മലുകളും അങ്ങനത്തെ കുപ്പിവളകളൊക്കെ കിട്ടും. പക്ഷേ കുപ്പിവളകൾ വാങ്ങണം എന്നെനിക്കുണ്ടായിരുന്നു. പക്ഷേ ബസ്സിൽ വരണതുകൊണ്ട് രാത്രി തിരക്കാവും എന്നറിയാമെന്നുള്ളതുകൊണ്ടും ഞാൻ അത് വാങ്ങിയില്ല. 2-3 കമ്മലൊക്കെ വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. അവിടെ കുറേ പേരിങ്ങനെ കമ്മൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആരെയും ഞാൻ പിണക്കിയില്ല, എല്ലാവരെയും നിന്നും വാങ്ങി. അങ്ങനെ കമ്മലൊക്കെ വാങ്ങി. ഞാൻ കമ്മൽ പിന്നെ കാണിച്ചു തരാവേ ഏതെങ്കിലും വീഡിയോയിൽ. എനിക്ക് എല്ലാ കമ്മലും ഇഷ്ടപ്പെട്ടു. എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നാലോ എന്നൊക്കെ തോന്നി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സിൽ പോയി കയറി. അവിടെ പോയതും ലുലു മാളിലേക്ക് പോകാനുള്ള ഒരു ബസ് ഉണ്ടായിരുന്നു. ബസ്സിൽ കയറി അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിക്കവരും ലുലു മാളിൽ പോകാനാണ് ടിക്കറ്റ് എടുത്തത്. കാരണം ലുലു മാളിൽ പോകാനുള്ള ബസ്സല്ലേ, അപ്പോൾ ലുലു മാളിൽ പോകാനല്ലേ ടിക്കറ്റ് എടുക്കും. അങ്ങനെ നമ്മൾ മാളിലെത്തി. നമ്മൾ എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഈ മാളിൽ തന്നെ വരും. കാരണം ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ചില്ലടിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അകത്ത് കയറി നേരെ പോയത് ഫുഡ് കോർട്ടിലോട്ടാണ്. നമ്മളെപ്പോഴും വന്നാലും ഫുഡ് കോർട്ടിൽ പോയി KFCയിലൊന്ന് തല കാണിക്കാതെ തിരിച്ചു വരില്ല. ഞാൻ ഒരു 112 119 എന്തോ കോംബോ ആണ് എടുത്തത്. ഒരു ബർഗറും പിന്നെ ചിക്കൻ പോപ്കോണും പെപ്സി ഉണ്ടായിരുന്നു. എനിക്കത് മതിയായിരുന്നു. അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ബർഗറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല. 119 രൂപയ്ക്ക് 19 എന്ന് പറയാം, 119 രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ളതാണ്. പിന്നെ KFC ആയതുകൊണ്ട് അടിപൊളിയായിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ KFC. നിങ്ങളിൽ ആർക്കൊക്കെയാണ് KFC ഇഷ്ടമാണെന്നുള്ളത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. ഏട്ട ഒരു ബർഗർ മാത്രമാണ് എടുത്തത്. എന്നിട്ട് എൻ്റെ നിന്ന് കൈയിട്ട് വാരിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അടുത്ത് നമ്മളെ സ്ഥിരം സ്ഥലമായിട്ടുള്ള സ്റ്റുഡിയോയിലാണ്. അവിടെ വല്ല ഓഫർ ഉണ്ടെങ്കിൽ ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഓഫറൊന്നും ഇല്ലായിരുന്നു. ഒരിക്കൽ നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കയ്യിൽ ക്യാഷൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും വാങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ കിടക്കുന്ന പല ഡ്രസ്സും ആ റേറ്റിന് അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നിയില്ല. ആ റേറ്റിന്
ഇതിനേക്കാളും നല്ല വേറെ ഡ്രസ്സൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഡ്രസ്സൊന്നും. ആ റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 199 രൂപയ്ക്കൊക്കെ 100 രൂപയ്ക്ക് കിട്ടുന്ന ടീഷർട്ടൊക്കെയാണ് അവിടെ വച്ചിരുന്നത്. എന്തായിരുന്നാലും ഡ്രസ്സൊന്നും ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് അടുത്ത് നമുക്ക് കമ്മലും മാലയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാം. അതും അത്ര പോരായിരുന്നു. എൻ്റെ ഒരു ഇതിൽ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചു. ഇനി എന്തായാലും ബസ്സിലല്ലേ പോകണം, അതുകൊണ്ട് കുറേ നേരം അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് കറങ്ങി ഒന്ന് തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. സൂ ആണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ സൂവിൽ നിങ്ങൾ കണ്ടല്ലോ, അത് ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് അകത്തൊന്നും കയറാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ ലുലു മാളിൽ നിന്ന് ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ലുലു മാളിൽ നിന്ന് നേരെ തമ്പാനൂരിൽ നിന്ന് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവും. അങ്ങനെ നമ്മൾ ലുലു മാളിൽ നിന്ന് ഇറങ്ങി അപ്പുറത്ത് ക്രോസ് ചെയ്ത് വന്നപ്പോൾ അവിടെ ഒരു ബസ് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് കയറി. ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റ് കിട്ടി. എനിക്കും ഏട്ടനും സീറ്റ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ നടന്ന് അത് ഈസ്റ്റ് ഫോർട്ടിലാണ് നിർത്തിയത്. അവിടെ നിന്ന് നടന്ന് തമ്പാനൂരിൽ പോയി. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു ബസ് കിടക്കുന്നു. പിന്നെ ബസ്സിൽ കയറി. ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. ഞാൻ വേറൊരിടത്തും ഏട്ടൻ വേറൊരിടത്തും ഒക്കെയാണ് ഇരുന്നത്. അവസാനം കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ഞാനും ഏട്ടനും പിന്നെയും ഒരുമിച്ചായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.